പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വങ്ങൾ അറിയാത്തതായി എന്റെ മജ്ലിസ് കാണുന്നവരിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല. സൂറത്തുൽ ഇഖ്ലാസിന് വല്ലാത്ത മഹത്വങ്ങളാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിനെ പറ്റി നമ്മോട് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആനിന്റെ 1/3 തുല്യമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. അഥവാ സൂറത്തുൽ ഇഖ്ലാസിനെ 3 തവണ പാരായണം ചെയ്താൽ പരിശുദ്ധമായ ഖുർആൻ മുഴുവനായി ഓതിയതിന്റെ ഖത്മ് ചെയ്തതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഏത് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറി കിട്ടാൻ വേണ്ടി, നമ്മുടെ ഖൽബിന്റെ മുറാദ് ഹാസിലായി കിട്ടാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നമുക്ക് പൂവണിഞ്ഞു കാണാൻ ആഗ്രഹമില്ലേ? ഏത് ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിച്ചു കിട്ടാൻ വേണ്ടി വളരെ പെട്ടെന്ന് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ പാരായണം ചെയ്യുക. ഏത് ആഗ്രഹങ്ങളും നമുക്ക് സഫലീകരിച്ചു കിട്ടും. ഇത് ഓതേണ്ട രീതി: ആദ്യമായി നമ്മൾ 7 ഫാത്തിഹ പാരായണം ചെയ്യുക. ശേഷം സൂറത്തുൽ ഇഖ്ലാസിനെ പാരായണം ചെയ്യുമ്പോൾ രണ്ടാമത്തെ ആയത്ത് വരുന്ന സമയത്ത് അല്ലാഹു സ്വമദ് അല്ലാഹു സ്വമദ് എന്നിങ്ങനെ 1000 തവണ ആ ആയത്ത് ഓതിയതിന്റെ ശേഷം ബാക്കിയുള്ള സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ പൂർത്തീകരിക്കുക. അതിന്റെ ശേഷം ദുആക്ക് ഖബൂലിയത്ത് ലഭിക്കാൻ വേണ്ടി 11 തവണ ഏതെങ്കിലും ഒരു സ്വലാത്തിനെ നമ്മൾ ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നമ്മുടെ മുറാദ് എന്താണോ, നമ്മുടെ ആഗ്രഹം എന്താണോ, ആ ആഗ്രഹം നമുക്ക് പൂവണിഞ്ഞ് കിട്ടാൻ വേണ്ടി അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. നിന്റെ ആഗ്രഹം അല്ലാഹു സഫലീകരിച്ചു തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമലുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സഫലീകരിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ പല കുടുംബങ്ങളിലും പല പ്രയാസങ്ങൾക്കും പല ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തികമായ മാനസികമായ തകർച്ചകൾക്ക് കാരണം കണ്ണേറ് തന്നെയാണ്. കുടുംബത്തിൽ നിന്ന് കണ്ണേറിന്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടാൻ വേണ്ടി ഈ ഇസ്മിനെ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക. ഇതിനെ സൂക്ഷിക്കുന്ന വീടുകളിൽ ഒരിക്കലും കണ്ണേറ് ബാധിക്കുകയില്ല. ബാധിച്ചുപോയ കണ്ണേറുകളിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരുപാട് ഐശ്വര്യം ലഭിക്കാനും അള്ളാഹുവിന്റെ നിഅമത്തുകൾ ലഭിക്കാനും വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ ഇസ്മിനെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക.